ഹലോ വെൽക്കം ബാക്ക് ടു ആമിൻസ് കിച്ചൺ. ഇന്ന് പനീറും ഗ്രീൻ പീസും വെച്ചിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ മട്ടർ പനീറിൻ്റെ റെസിപ്പിയാണ്. ഒരു പാന് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ഇനി വലുതാക്കി അരിഞ്ഞ 2 മീഡിയം സൈസ് സവാള, സവാള ഒന്ന് വഴന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു വലിയ തക്കാളി ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് പനീർ ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കഷ്ണങ്ങളാക്കിയ പനീർ ഇട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി. തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 കാഷ്യൂ നട്ട് കൂടി ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ബേ ലീഫ് ഇവ ഇട്ട ശേഷം നമുക്ക് അരച്ചു വെച്ച് പേസ്റ്റ് ചേർക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട ശേഷം ഗ്രേവി നല്ലോണം തിക്കാക്കി എടുക്കണം. ഗ്രേവി നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. മസാല നന്നായി വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് കസൂരിമേത്തി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. കറി കുറച്ച് ഗ്രേവി ഫോമിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഗ്രേവി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ടോസ്റ്റ് ചെയ്ത പനീർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അവസാനമായിട്ട് അല്പം മല്ലിയുടെ ഇല കൂടി ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പനീർ ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗ്രേവിക്ക് നല്ല ഫ്ലേവറാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് തന്നെ കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ.